നിങ്ങൾക്ക് സ്വന്തമായി ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാൻ ഒരാഗ്രഹമുണ്ടോ? പക്ഷേ കയ്യിൽ മുടക്കാൻ പണമില്ലാത്തതുകൊണ്ട് ആ സ്വപ്നമങ്ങ് മാറ്റിവെച്ചിരിക്കുകയാണോ? എങ്കിൽ ഇതൊന്ന് കേൾക്കൂ. ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ ആ ഒരു സ്വപ്നം എങ്ങനെ സത്യമാക്കാം? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നമ്മളിൽ ഒരുപാട് പേർക്കുള്ള ഒരു വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്നുള്ളത്. പക്ഷേ എവിടെ തുടങ്ങും എന്നാലോചിക്കുമ്പോഴേ നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നം പോലെ വന്നു നിൽക്കും. പണം. എവിടുന്നാ ഇത്രയും പണം കണ്ടെത്ത്? ഇതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ? നിങ്ങൾ മാത്രമല്ല കേട്ടോ ഈയൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നത്. പക്ഷെ വിഷമിക്കേണ്ട. ഈ വലിയ ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു കടമ്പ ചാടിക്കടക്കാൻ ഒരു വഴിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴുള്ള ആ ഒരു പ്രധാനപ്പെട്ട തടസ്സം അതെന്താണെന്ന് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാല് ബിസിനസ്സുകൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുന്ന ബിസിനസ്, അതായത് ഒരു കട തുടങ്ങുന്നത് പോലെ. ആദ്യം തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യണം. ഇതിന് നല്ലൊരു മുതൽമുടക്ക് വേണമല്ലേ? ഇനി രണ്ടാമത്തെ വഴിയാണ് സർവീസ് ബിസിനസ്. ഇവിടെ നമ്മൾ വിൽക്കുന്നത് നമ്മുടെ കഴിവും സേവനവുമാണ്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ പിന്നെ വലിയ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യവുമില്ല. അപ്പോ സംഭവം ക്ലിയർ അല്ലേ? പൈസ അധികം മുടക്കാതെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സർവീസ് ഇൻഡസ്ട്രിയിലാണ്. ഇനിയാണ് ഏറ്റവും വലിയ ചോദ്യം. ഇത്രയധികം സർവീസ് മേഖലകൾ ഉള്ളപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് പറ്റിയത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ടൂറിസം. എന്തുകൊണ്ടാണ് ടൂറിസം ഇൻഡസ്ട്രിയിൽ ഇത്ര വലിയൊരു അവസരം ഒളിഞ്ഞിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഈ കണക്ക് കേട്ട നിങ്ങൾ ശരിക്കും ഞെട്ടും. നമ്മുടെ കേരളത്തിൽ നിന്ന് യാത്ര പോകുന്നവരിൽ 4/3 പേരും, അതായത് ഏകദേശം 75% ആളുകളും തിരഞ്ഞെടുക്കുന്നത് ട്രാവൽ പാക്കേജുകളാണ്. സ്വന്തമായിട്ട് എല്ലാം പ്ലാൻ ചെയ്തു പോകുന്നവർ വളരെ കുറവാണ്. ഇതിന്റെ അർത്ഥമെന്താണെന്നറിയോ? റെഡിമെയ്ഡ് പാക്കേജുകൾ വാങ്ങാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ആ മാർക്കറ്റ് അത്രയ്ക്കും വലുതാണ്. അതുപോലെ കോവിഡിനൊക്കെ ശേഷം ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ളൊരാഗ്രഹം ഭയങ്കരമായി കൂടിയിട്ടുണ്ട്. അതൊരു തരംഗം പോലെയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ടാവും, ഇവിടെ തന്നെ ആവശ്യത്തിന് ട്രാവൽ ഏജൻസികളില്ലേ? ഞാൻ കൂടി തുടങ്ങിയിട്ട് എന്തിനാ? ശരിയാണ്, ഒരുപാട് ഏജൻസികളുണ്ട്. പക്ഷെ ഒരു സത്യം എന്താന്ന് വെച്ചാൽ യാത്രക്കാരുടെ എണ്ണം അതിനേക്കാൾ വേഗത്തിലാണ് കൂടുന്നത്. അതുകൊണ്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന പുതിയ ആളുകൾക്കും വിജയിക്കാൻ ഇഷ്ടം പോലെ അവസരമുണ്ട്. ശരി, അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഒരു രൂപ പോലും മുടക്കാതെ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് ഇതിന്റെ പിന്നിലെ ആ ഒരു രഹസ്യം? നോക്കാം. ഈ ഒരു വാക്ക് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. DMC, അതായത് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനി. ഇതാണ് നമ്മുടെ മാന്ത്രിക വിദ്യ. ഇവരെ നമുക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകരോട് ഉപമിക്കാം. സ്ക്രീനിൽ കാണുന്ന നടന്മാരല്ലല്ലോ സിനിമ മുഴുവൻ ഉണ്ടാക്കുന്നത്. അതുപോലെ ഓരോ ടൂറിസ്റ്റ് സ്ഥലത്തും ഹോട്ടലുകൾ, വണ്ടികൾ, ഗൈഡുകൾ ഇങ്ങനെയെല്ലാം റെഡിയാക്കി വെക്കുന്നത് ഈ DMCകളാണ്. നമ്മൾ, അതായത് ട്രാവൽ ഏജൻസികൾക്ക് വേണ്ടി അവിടെ എല്ലാം ചെയ്തു തരുന്നത് ഇവരാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ തായ്ലാൻഡിലേക്കൊരു പാക്കേജ് ബുക്ക് ചെയ്തെന്ന് വെക്കുക. ബാങ്കോക്ക് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പേരുള്ളൊരു ബോർഡും പിടിച്ചൊരാൾ നിൽക്കുന്നു. അത് നിങ്ങൾ ബുക്ക് ചെയ്ത ഏജൻസിക്കാരനാണെന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷേ സത്യത്തിൽ അത് ആ ഏജൻസിയുടെ ആളല്ല, മറിച്ച് അവരുടെ DMC പാർട്ട്ണറുടെ സ്റ്റാഫാണ്. അതായത് നമ്മൾ കസ്റ്റമറെ കണ്ടെത്തുന്നു, നമ്മുടെ ബ്രാൻഡിൽ പാക്കേജ് വിൽക്കുന്നു, പക്ഷെ അണിയറയിൽ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ DMCകളാണ്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകാതെ ഇത് വർക്ക് ചെയ്യുന്നത്? സ്റ്റെപ്പുകൾ വളരെ സിമ്പിളാണ്. 1, ഒരു കസ്റ്റമർ നിങ്ങളെ വിളിച്ച് ഒരു പാക്കേജ് ചോദിക്കുന്നു. 2, നിങ്ങൾ നേരെ നിങ്ങളുടെ DMCയെ കോൺടാക്ട് ചെയ്ത് അവർക്ക് എത്ര രൂപയ്ക്ക് തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. 3, അവർ തന്ന വിലയുടെ കൂടെ നിങ്ങളുടെ ലാഭവും കൂടി ചേർത്ത് നിങ്ങൾ കസ്റ്റമർക്കൊരു ഫൈനൽ റേറ്റ് കൊടുക്കുന്നു. 4, കസ്റ്റമർ ഓക്കെ പറഞ്ഞാൽ അവർ തരുന്ന അഡ്വാൻസ് തുക എടുത്ത് നിങ്ങൾ DMCക്ക് കൊടുത്ത് ബുക്കിംഗ് കൺഫേം ചെയ്യുന്നു. കണ്ടില്ലേ, നിങ്ങളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കേണ്ടി വരുന്നില്ല. ഒരു ചെറിയ കണക്ക് നോക്കിയാലോ? അപ്പൊ സംഭവം ക്ലിയർ ആവും. ഇപ്പോ DMC നിങ്ങൾക്കൊരു പാക്കേജിന് 20,000 രൂപയാണ് റേറ്റ് തരുന്നെന്ന് വെക്കുക. നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രോഫിറ്റ് ഒരു 5,000 രൂപ കൂടി അതിൽ ചേർക്കുന്നു. അപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന വില 25,000 രൂപയായി. കസ്റ്റമർ ബുക്ക് ചെയ്യുമ്പോൾ ആ 5,000 രൂപ മുഴുവനായിട്ടും നിങ്ങളുടെ ലാഭമാണ്. ഇതിനെയാണ് സീറോ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി എങ്ങനെയാണ് ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടത്, അതായത് സ്വന്തമായിട്ട് എങ്ങനെ തുടങ്ങാം എന്നതിനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാനിലേക്ക് കടക്കാം. തുടങ്ങുന്നതിനു മുൻപ് നമുക്ക് കുറച്ച് തെറ്റിദ്ധാരണകൾ മാറ്റിവെക്കാം.
നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് ഒരു വലിയ ഓഫീസ് വേണ്ട, ഫുൾ ടൈം സ്റ്റാഫിനെ വെക്കേണ്ട, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും വേണ്ട. കാരണം സിമ്പിളാണ്. ഇന്നത്തെ കാലത്ത് 90% ട്രാവൽ ബുക്കിംഗും നടക്കുന്നത് ഫോണിലൂടെയും ഓൺലൈനിലൂടെയുമാണ്. പിന്നെന്തിന് ഓഫീസ്? അപ്പോ തുടങ്ങാനായിട്ട് വെറും 4 സിമ്പിൾ സ്റ്റെപ്പുകളേ ഉള്ളൂ. 1. നല്ല വിശ്വസിക്കാൻ പറ്റുന്ന DMCകളെ കണ്ടെത്തുക. ഇതാണ് ഏറ്റവും പ്രധാനം. 2. അവരുടെ പാക്കേജ് റേറ്റുകൾ ചോദിച്ചു വാങ്ങുക. 3. അവര് തന്ന റേറ്റിന്റെ കൂടെ നിങ്ങളുടെ ലാഭം ചേർത്ത് ഒരു ഫൈനൽ വിലയുണ്ടാക്കുക. 4. മാർക്കറ്റിംഗ് തുടങ്ങുക. തുടക്കത്തിൽ ഒരുപാട് പണം മുടക്കി പരസ്യം ചെയ്യാനൊന്നും പോകണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും പറഞ്ഞ് പതിയെ തുടങ്ങാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, തുടക്കത്തിൽ തന്നെ ലോകത്തുള്ള എല്ലാ രാജ്യത്തേക്കും പാക്കേജ് കൊടുക്കാൻ നോക്കരുത്. പകരം ഒരൊറ്റ സ്ഥലം, ഒറ്റ ഡെസ്റ്റിനേഷൻ മാത്രം ഫോക്കസ് ചെയ്യുക. ഉദാഹരണത്തിന് തായ്ലൻഡ് ആണെങ്കിൽ അതുമാത്രം. അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് അതിലൊരു എക്സ്പേർട്ട് ആവുക. അതിനുശേഷം മാത്രം പതിയെ പുതിയ സ്ഥലങ്ങളിലേക്ക് ബിസിനസ് വളർത്തിയാൽ മതി. ശരി, അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു ചോയ്സ് ഉണ്ട്. ഏത് വഴി തെരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് മുന്നിൽ 2 വഴികളാണുള്ളത്. 1. സ്വന്തമായിട്ടുള്ള വഴി, അതായത് എല്ലാം തനിയെ ചെയ്ത് തെറ്റുകളിൽ നിന്ന് പഠിച്ചു മുന്നോട്ടു പോകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ സമയമെടുത്തേക്കാം, വരുന്ന പ്രശ്നങ്ങളെല്ലാം ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. 2ാമത്തെ വഴി ഒരു മെന്റർഷിപ്പ് പാത്താണ്, അതായത് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഗൈഡൻസോടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ യാത്ര കുറച്ചുകൂടെ എളുപ്പമാക്കും, സമയം ലാഭിക്കാം, തുടക്കത്തിൽ വരുന്ന പല തെറ്റുകളും ഒഴിവാക്കാനും പറ്റും. പക്ഷേ നിങ്ങൾ ഏതു വഴി തിരഞ്ഞെടുത്താലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അവസരം 100% റിയലാണ്. ആർക്കും തുടങ്ങാൻ പറ്റുന്ന ഒന്നാണ്. വേണ്ടത് ഒരൊറ്റ കാര്യമാണ്, ഇത് ചെയ്യണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം, പിന്നെ കുറച്ചു പരിശ്രമവും. അപ്പോ എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്വന്തം ബിസിനസ് എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര? എവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്? ഈ ഒരു വലിയ അവസരം മുതലാക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാനുള്ള സമയമായി.